സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് വിക്ടോറിയ കോളേജിൽ നിന്നും റോഡ് ക്രോസ് ചെയ്യാതെ മേൽപ്പാലത്തിലൂടെ റോഡിനപ്പുറത്തേക്ക് കിടക്കാനുള്ള ലക്ഷങ്ങൾ ചിലവാക്കിയ ഒരു മേൽപ്പാലമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ മേൽപ്പാലത്തിലൂടെ വിദ്യാർത്ഥികളോ വിക്ടോറിയ കോളേജിലെ ജീവനക്കാരോ കയറി പോകുന്നില്ല എന്നുള്ളതാണ് ശോചനീയമായ ഒരു അവസ്ഥ. അവർ ഇപ്പോഴും റോഡിലൂടെ തന്നെ, തിരക്കേറിയ മൂന്നും കൂടിയ ജംഗ്ഷനിലൂടെ തന്നെയാണ് അവർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മുമ്പൊരിക്കൽ ഒരു ഡിഗ്രി വിദ്യാർത്ഥി റോഡ് ക്രോസ് ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷ ഇടിക്കുകയും തുടർന്ന് KSRTC ബസ്സിനടിയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ ഇത്തരത്തിലൊരു മേൽപ്പാലം പണിതത്. പക്ഷേ നേരത്തെ കണ്ടില്ലേ, വിദ്യാർത്ഥികൾ ഈ മേൽപ്പാലം ഉപയോഗിക്കുന്നില്ല. അവർ ഇപ്പോഴും ട്രാഫിക്കിനിടയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അധികൃതർ ഇതിനെതിരെ കർശന നടപടി എടുക്കേണ്ടതാണ്. ഇനി ഒരു വിദ്യാർത്ഥി മരിച്ചാൽ മാത്രമാണോ നടപടി എടുക്കുക എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഈ മേൽപ്പാലത്തിന് മുകളിൽ പരസ്യ ബോർഡുകളും രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറുകളും ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അല്ലാതെ ഒരു വിദ്യാർത്ഥി പോലും ഇതിന് മുകളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാനാവില്ല. ഇത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. അധികൃതരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാർത്ഥികൾ ക്രോസ് ചെയ്യുന്നു, ഒരു സ്കൂട്ടർ U-ടേൺ എടുക്കുന്നു. ഇവിടെ യാതൊരു കാരണവശാലും വാഹനം U-ടേൺ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സ്കൂട്ടർ U-ടേൺ എടുത്തു പോവുകയാണ് ചെയ്തത്. ഈ വാഹനങ്ങൾ പോകുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഈ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ അധികൃതരും പോലീസും ഇതിന് കർശന നടപടി എടുക്കണം എന്നാണ് നാട്ടുകാർക്കും ഈ ചാനലിനും പറയാനുള്ളത്. ഇനി ഒരു അപകടം വന്നാൽ മാത്രമേ കർശന നടപടി എടുക്കൂ എന്നുണ്ടോ? അതൊരിക്കലും പാടില്ല. കർശനമായ നടപടി ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. മാത്രമല്ല, മേൽപ്പാലത്തിൻ്റെ അസൗകര്യങ്ങൾ, അതിൻ്റെ മെയിൻ്റനൻസ് അതെടുക്കുകയും വേണം. രണ്ട് പെൺകുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു, രണ്ട് സൈഡിൽ കൂടിയും വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇത് എത്രയും വേഗം ഇതിനൊരു കർശന നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത്. റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു, ഒരു വാഹനം അതേ കടന്നു പോകുന്നു. തിരക്കേറിയ സമയത്തും റോഡ് ബ്ലോക്കുള്ള സമയത്തും കുട്ടികൾ അതിന് ഇടയിലൂടെയാണ് പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഇവിടെ മേൽപ്പാലം പണിതുണ്ട് ഇല്ലേ? കോളേജിൽ നിന്നും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മുമ്പ് ഒരു ചളവറ സ്വദേശി ഒരു കൊച്ച് ഇവിടെ മരിച്ചിട്ടുണ്ട്, അറിയോ അത്? അപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിക്ടോറിയ കോളേജിലത്തെ ഡിഗ്രി വിദ്യാർത്ഥി ചളവറ സ്വദേശി ഒരു കുട്ടി KSRTC ബസ്സിനടിയിൽ പെട്ട് മരിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ മേൽപ്പാലം പണിതിട്ടുള്ളത്. അപ്പോൾ വിക്ടോറിയ കോളേജിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മുകളിലൂടെ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് പല വിദ്യാർത്ഥികളും അത് ഉപയോഗിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കളും അത് ഉപയോഗിച്ചിട്ടില്ല. എന്താണ് ഇത്രയും സ്റ്റെപ്പ് കയറണം? അപ്പോൾ അത് അത്രയും കയറിയിട്ട് നമ്മൾ ബസ്സിന് ലേറ്റ് ആവില്ല ഇപ്പം തന്നെ. അതുകൊണ്ടാണ് എല്ലാവരും റോഡ് ഗ്യാപ്പിലുമ്പോൾ ഇതുകൊണ്ട് ബ്ലോക്കാണെങ്കിൽ ഞങ്ങൾ മേൽപ്പുറത്ത് തന്നെ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യും. അല്ല, ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ആവുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ റോഡ് ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും, പാൽ യൂസ് ചെയ്യും. അപ്പോൾ ഭൂരിപക്ഷം കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നില്ല, അതാണ് അതിൻ്റെ കാര്യം. ബ്ലോക്കാണ്. ഇപ്പോൾ അതിന് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ റോഡ് ഫ്രീ ആയിരിക്കും, നമ്മൾ ഇതിൽ തന്നെ ക്രോസ് ചെയ്യാം.
അതിന് അല്ലെങ്കിൽ ആവശ്യമുള്ള മാത്രമല്ല യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്ടോറിയ കോളേജിൽ നിന്ന് ഒരു മേൽപ്പാലം നമ്മൾ പണിതിട്ടുണ്ട്, അധികൃതർ പണിതിട്ടുണ്ട്. പക്ഷെ പല വിദ്യാർത്ഥികളും ആ മേൽപ്പാലം ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾ തന്നെ ആ മേൽപ്പാലം ഉപയോഗിക്കാതെ റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. മുമ്പൊരു ചളവറ സ്വദേശി ഒരു കൊച്ച് ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി റോഡ് ക്രോസ് ചെയ്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോകുമ്പോൾ KSRTC ബസ്സിനടിയിൽ പെട്ട് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു മേൽപ്പാലം പണിതിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളത് ഉപയോഗിക്കാത്തത്? താങ്കൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത്? ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണല്ലോ വന്നത്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. സാധാരണ എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഒരായിട്ട് അവിടെ മേലെയൊന്നും ഷീറ്റ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനെ ക്രോസ് ചെയ്യണത് കുറച്ച് എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്ത കാരണം അവിടെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടില്ല. ഇല്ല, സാധാരണ ആരും യൂസ് ചെയ്യാറില്ല. അത് കാരണം ഇതാണ് എളുപ്പം എന്ന രീതിയിൽ വന്നതാണ്. എല്ലാവരും ഇതിലെ വരികയാണ്. ഓക്കെ. അതുകൊണ്ട് അവിടെ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ BA ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് അല്ലേ? ഓക്കെ, താങ്ക് യു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.